ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ജയൻ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 19 ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് പള്ളിയിൽ പോയപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പത്രം എടുത്ത് ഞാൻ മഠത്തിൽ കൊണ്ടുവന്നു. ഇവിടെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. താമസിച്ചുള്ള ധ്യാനം ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു കൃപാസന പത്രം കൊണ്ടുപോയത്. പക്ഷെ അതില്ലയെന്ന് അറിഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം എന്ന് വെച്ചാൽ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ പ്രധാനമായിട്ട് ഒരു ഹൗസുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ ഫോറിൻ കോൺഗ്രിഗേഷനാണ്. പക്ഷെ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു ഹൗസേ ഉള്ളൂ. 10-30 വർഷമായിട്ട് ഞങ്ങൾ ആ ഹൗസിൽ സേവനം ചെയ്യുന്നു. 50ഓളം വരുന്ന ഭിന്നശേഷിക്കാരായ മക്കളെയാണ് ഞങ്ങളവിടെ സംരക്ഷിച്ചത്. പക്ഷേ വേറൊരു കക്ഷിയുടെ പേരിലായിരുന്നു. അത് ഞങ്ങൾക്ക് തരുവാനായിട്ട് വിസമ്മതം കാണിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. നാട്ടിൽ വരുന്ന സിസ്റ്റേഴ്സിന് താമസിക്കാനോ മറ്റ് സിസ്റ്റേഴ്സിന് അവിടെ ഇടപഴകാനോ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ചത്. ആദ്യത്തെ തന്നെ ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് 12 വർഷമായി സൈനസൈറ്റിസ് എന്ന അസുഖം ഉണ്ടായിരുന്നു. തലവേദന, അതൊരു പ്രത്യേകതരം തലവേദനയാണ്. നീര് വന്ന് മൊത്തം വികൃതമായിരിക്കും മുഖം. അത് ഫസ്റ്റ് ഉടമ്പടി തന്നെ ആദ്യമായി തന്നെ തൈലം പൂശി നെറ്റിയിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അത് മാറി. അതിന്നേ വരെ എനിക്കത് ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഈ വല്ലപ്പോഴും പനി വരുമ്പോൾ നമുക്ക് ജലദോഷപ്പനി വരുമ്പോൾ തലവേദന ഉണ്ടാവും. അല്ലാതെ ഇതുവരെ എനിക്ക് ആ വിഷമം ഉണ്ടായിട്ടില്ല. കൂടാതെ വാദത്തിൻ്റെ അസുഖത്തിന് അടിമയായിരുന്നു ഞാൻ. 10 വർഷം വാദത്തിന് അസുഖം. അത് പ്രത്യേകിച്ച് മസിലാണ് എനിക്ക് വാദം വന്നത്. ആ മസിലിൽ ശരീരത്തിൽ ഒരു മനുഷ്യന് 600-ൽ പരം മസിലുണ്ട്. ആ മസിലിൽ മൊത്തം നീരും വേദനയും. അപ്പം മഠത്തിൽ സിസ്റ്റേഴ്സ് പറയും, ഇവളൊരു പണി ഏൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവൾക്ക് അപ്പടി വേദനയല്ലേ, കാലും കൈയും നനക്കാൻ പറ്റില്ലല്ലോ, ഒരു പേന പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതെനിക്ക് മാറ്റിത്തരണമേന്ന്. പക്ഷേ ഉടമ്പടിയിൽ വന്ന ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ മരുന്ന് കഴിക്കണമില്ല. ഇന്നേ വരെ ഞാൻ ആ മരുന്ന് തൊട്ടിട്ടില്ല. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഞാൻ ഓടി നടന്ന് ദൈവമഹത്വത്തിന് വേണ്ടി വേല ചെയ്യുന്നു. 3-ാമത്തെ നിയോഗം ഇത് പറഞ്ഞല്ലോ, ഹൗസ് കിട്ടണ സാധനം ആവശ്യത്തിന് വേണ്ടി വെച്ചത്. 3-ാമത്തെ നിയോഗത്തിൽ ഞാൻ വന്നത് പുതുക്കിയപ്പോൾ ആ കക്ഷികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് വിസമ്മതമാണ്, നിങ്ങൾ ആരുടെയെങ്കിലും കേസ് കൊടുത്താലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു. ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒറ്റക്കെട്ടായിരുന്നു. അങ്ങനെ മാതാവ് ഇടപെട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് മാനസാന്തരം കൊടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം വിൽപത്രം എഴുതി സിസ്റ്റേഴ്സിൻ്റെ പേരിലാക്കി തന്നു. അപ്പോൾ അതിന് ദൈവനാമമഹത്വത്തിൽ ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. വേറൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. പ്രാർത്ഥനാ ഫലം വരം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ധാരാളം നന്നായി പ്രാർത്ഥിക്കാൻ, എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വെച്ചിരുന്നത്. പക്ഷേ എനിക്കൊരു പ്രത്യേക വരമാണ് ദൈവം തന്നത്. പലപ്പോഴും ഞാൻ മരിച്ചവരെ എനിക്ക് പേടിയാണ്. മരിച്ച വീട്ടിൽ പോവുകയോ മഠത്തിൽ തന്നെ പല സിസ്റ്റേഴ്സ് വല്ലവരും മരിച്ചതിന് ഞാൻ കാണാൻ പോകും, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ചുരുക്കോ, ഒരുതരം ഭയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ദൈവം തന്ന വരമാകട്ടെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പല അനുഭവങ്ങളുണ്ടായി. ഇപ്പോൾ ആർക്കും കൂടി പ്രാർത്ഥിക്കാൻ മറന്നുപോയോ, പ്രാർത്ഥിക്കേണ്ടി പേര് മറന്നു പോയിട്ട് ഉറങ്ങാൻ കിടക്കും. രാത്രി കറക്റ്റ് 11:30, 12, 1 മണി വാതിലും വന്ന് മുട്ടും. അപ്പോൾ അറിയാണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ പറയും, തോമസ് ചേട്ടാ സോറി കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. കാരണം എൻ്റെ മനസ്സിൽ ആ ചേട്ടൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ എനിക്കത് അനുഭവപ്പെടും. ഞാൻ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണ് സേവനം ചെയ്യുന്നത്. അവിടെ കുറേ പേര് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് വരും, മരിക്കാൻ കിടക്കുന്നവർക്കും മരണപ്പെട്ടു പോയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ചേട്ടൻ എനിക്ക് സ്വപ്നത്തിൽ വന്നു. ഒരു കറുത്ത ഷർട്ടും വെള്ള പാൻറ്റിട്ട് ചേട്ടൻ നോക്കി നിൽക്കുക കുറേ നേരമായിട്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്തിനാണ് നിങ്ങൾ നോക്കി നിൽക്കണേ, പൊക്കോ, ഞാൻ വന്നേക്കാന്നേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെ എനിക്ക് രാത്രിക്ക് എഴുന്നേറ്റപ്പോൾ ഷോൾഡർ പെയിന്, നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരണേന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാവിലെ കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ചേട്ടൻ അതേ ഷർട്ട് ഇട്ട് അവിടെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക ആ ചേട്ടൻ്റെ ഫോട്ടോ. അപ്പോൾ ആ ചേട്ടൻ മരിച്ചതേ കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് മരിച്ചെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സിസ്റ്ററിന് കഴുത്തനക്കാൻ മേല, വേരിക്കോസ്, മുട്ട് തേയ്മാനം, ഒരു തികച്ച് 5 മിനിറ്റ് പോലും നടക്കാത്ത സിസ്റ്ററാണ്. കഴുത്ത് തിരിക്കാനും പിടിക്കാനും പറ്റത്തില്ല. അപ്പോൾ അഖണ്ഡ ജപമാലയിൽ ഞാൻ നേർച്ച നേർന്ന് സിസ്റ്ററിനെ കൊണ്ടുവന്നോളാം. അങ്ങനെ ഞങ്ങൾ നിയോഗം വെച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്റർ അഖണ്ഡ ജപമാല വന്ന് പൂർത്തിയാക്കി. ഇപ്പോൾ ഒരു അസുഖമില്ല, ഓടി നടക്കുക. അതിന് ദൈവനാമമഹത്വം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു.
പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വരുമാന മാർഗം. ഞങ്ങൾ ഫോറിനേഴ്സായാലും ജർമ്മനി അമേരിക്കയിലൊക്കെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് നാട്ടിലൊരു ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് തുടർച്ചയായ 2018 മുതൽ 4 വർഷം വെള്ളം കയറും. 4 വർഷം വെള്ളം കയറി അവിടുത്തെ മക്കളെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അങ്ങനെ ഈ കഴിഞ്ഞ 22-ൽ മാത്രം വെള്ളം കയറിയില്ല. അത് കൂടാണ്ട് ബാക്കി 4 വർഷം വെള്ളം കയറി പ്രമാണിച്ച് കെട്ടിടത്തിന് ഡാമേജ് വന്നു, വിള്ളലുകൾ വന്നു, ലീക്കേജ് വന്നു. അങ്ങനെ അപ്പോൾ ഹെൽത്തുകാർ പറഞ്ഞു, ഇനി ഇത് പുതുക്കി പണിയാണ്ട് നിങ്ങൾക്ക് ഈ കുട്ടികളെയും മക്കളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ചപ്പോൾ ഞാൻ അടുത്ത നിയോഗത്തിൽ 4ാമത്തെ നിയോഗത്തിൽ പറഞ്ഞു, മാതാവേ ഞങ്ങൾക്കൊരു വരുമാന മാർഗം കാണിച്ചു തരണം. ഞങ്ങൾ സിസ്റ്റേഴ്സിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന സിസ്റ്റേഴ്സിന് ഒരാശ്രയമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നിയോഗം വെച്ചു. 4ാമത്തെ നിയോഗം പുതുക്കി ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ മുഖേന പറഞ്ഞു, വിദേശത്തൊരു ജോലിയുണ്ട്, നിങ്ങൾക്ക് പോകാൻ തയ്യാറാണെന്ന് വെച്ചു. അപ്പോൾ 1ാമത്തെ ആൾ എൻ്റെ പറഞ്ഞത്, മറ്റേ സിസ്റ്റർ വയ്യാണ്ട് സുഖം പ്രാപിച്ച സിസ്റ്റർ ഉണ്ടല്ലോ, കാലുവേദന മുട്ടുവേദനയൊക്കെ ആയിട്ട്, ആ സിസ്റ്റേഴ്സിന് ഞങ്ങൾ 2 പേരുടെ മാത്രമേ പാസ്പോർട്ടൊക്കെ ശരിയായി, എല്ലാം 1 മാസത്തിനുള്ളിൽ ശരിയായി. അടുത്ത മെയ് 15 ഞങ്ങൾ ഫ്രാൻസിലേക്ക് പോവുകയാണ്. കൂടാതെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിൽ ധാരാളം പാമ്പ് ശല്യമുണ്ട്. മിക്കപ്പോഴും അത് എൻ്റെ മുമ്പിൽ തന്നെ വരുള്ളൂ. എന്നും അടുക്കളയിൽ പോകുമ്പോൾ ഒരു ദിവസം കബേർഡ് ഇങ്ങനെ തുറക്കുമ്പോൾ മേലൊരു സാധനം വന്ന് മേലേക്ക് വീണു. ഇത് എന്താണെന്ന് നോക്കിയപ്പോൾ പാമ്പാണ്, അണലി വന്ന് മേലേക്ക് വീണിട്ട് നേരെ ചുരുണ്ട് കൂടി ഈ മിക്സിയുടെ അടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു, ഇത് എങ്ങും പോകാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ സിസ്റ്റേഴ്സിനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ആ പാമ്പിനെ തല്ലിക്കൊന്നു. അടുത്ത പ്രാവശ്യം 1 മാസം കഴിഞ്ഞപ്പോഴും പിന്നെയും അവിടെ തന്നെ ഒരു വലിയ കാട്ട പാമ്പ് വന്ന് നിൽക്കുക. ഈ പാമ്പ് ശല്യം എന്നെ ഒന്നും ഉപദ്രവിക്കില്ല. ഭയങ്കര സംരക്ഷണം മാതാവിനെ നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി, പെട്ടെന്ന് അവിടെ വരും, ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. പിന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് പരിസരം മൊത്തം ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അതിപ്പിന്നെ ഇതുവരെ പാമ്പ് ശല്യം ഉണ്ടായിട്ടില്ല. അതുപോലെ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാർ, ഞങ്ങൾ ചെന്നിട്ട് ഇപ്പം 3 വർഷമായിട്ടുള്ളൂ. അതിക്ക് മുന്നേ 2 മാസം കൂടുമ്പോൾ ഓരോ മരണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ്. ഞങ്ങൾ ഉടമ്പടി എടുത്തേ പിന്നെ ആരും ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, ഒരു അസുഖവും ഇല്ല. ബ്ലഡ് ഛർദ്ദിച്ചാൽ തന്നെ ഉടമ്പടി ഉപ്പ് കലക്കി കൊടുക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുന്നു, അവർ രക്ഷപ്പെടുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവനാമം മഹത്വപ്പെടട്ടെ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസന പത്രം ആശുപത്രികളിലെ ബസ്സുകളിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് വീടുകളിൽ കയറിയിറങ്ങി കൊടുക്കായിരുന്നു. കാരുണ്യ പ്രവർത്തനം ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ചെയ്യുന്ന കൂടാതെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന അവരെ പോയി കണ്ട് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ചെറിയ സഹായങ്ങളൊക്കെ പണമായാലും എന്തായാലും ചെയ്യാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.